സാമ്പത്തികമായ പ്രശ്നങ്ങളുണ്ട്. അത് പക്ഷെ ഒരു രാഷ്ട്രീയപരമായ വിമർശന ബുദ്ധിയ എനിക്കിപ്പോൾ നേരിടാൻ ഞാൻ തയ്യാറല്ല. എല്ലാറ്റിനും നമുക്ക് പോംവഴിയാണ് വേണ്ടത്. എല്ലാ സംഭവങ്ങളും സംഭവിക്കുന്നത് ഇനി നമുക്കിത് സംഭവിക്കരുത് എന്ന് പറയുന്നതല്ലാതെ വീണ്ടും സംഭവിക്കുന്നത് വരെ മാത്രം ഈ മുറവിളി അവിടം വരെ പോലും എത്തുന്നില്ല. അടുത്തത് വരുമ്പോൾ അത് പുതിയ ഒറ്റപ്പെട്ട സംഭവമായിട്ട് മാത്രമാണ് വിലയിരുത്തപ്പെടുന്നത്. അതിനൊരു മറുനടപടി ഉണ്ടാവണം. മറുപടിയല്ല, മറുനടപടി ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നു. അതെനിക്ക് അതിൻ്റെ ഫൈനൽ എൻഡോഴ്സ്മെൻറ്റ് അതിൻ്റെ സാങ്കേതിക കേന്ദ്രത്തിൽ നിന്ന് ഇന്ന് രാത്രി ഇല്ലെങ്കിൽ നാളെ രാവിലെ കിട്ടുകയാണെങ്കിൽ, അതല്ല നാളെ വൈകുന്നേരമാണ് കിട്ടുന്നതെങ്കിൽ ഞാൻ തൃശ്ശൂരേക്ക് നാളെ ഉച്ചയ്ക്ക് പോകുന്നില്ല. നിന്ന് അതിൻ്റെ ഒരു പരിണിത ഫലം അറിഞ്ഞിട്ട് ഞാൻ ശ്രീ ജോയുടെ വീട്ടിലേക്ക് പോയി അവിടെ വച്ച് അത് പറയും. അത് ഒരു ഗുണകരമായ ഒരു മുന്നീക്കമായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആമയഞ്ചാൻ തോട്ടിൽ മരണപ്പെട്ട ജോയിയുടെ മരണത്തിനിടയാക്കിയ സംഭവത്തിലെ മറുനടപടി ജോയിയുടെ വീട്ടിൽ വെച്ച് പ്രഖ്യാപിക്കുമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വ്യക്തമാക്കി. തോട് വൃത്തിയാക്കുന്നതിന് സാങ്കേതിക വിദ്യ സാധ്യമാക്കാൻ പറ്റിയില്ല. അത് സാമ്പത്തികമായ പ്രശ്നങ്ങൾ കൊണ്ടാണ്. അത് രാഷ്ട്രീയപരമായ വിമർശന ബുദ്ധിയോടെ ഈ അവസരത്തെ നേരിടാൻ ഞാൻ തയ്യാറല്ല. എല്ലാത്തിനും പോംവഴിയാണ് വേണ്ടത്. ഇനി നമുക്കിത് സംഭവിക്കരുത് എന്ന് പറയുന്നത് വീണ്ടും സംഭവിക്കുന്നത് വരെ മാത്രമാണ്. അടുത്തത് വരുമ്പോൾ അത് പുതിയ ഒറ്റപ്പെട്ട സംഭവമായിട്ട് മാത്രമാണ് വിലയിരുത്തപ്പെടുന്നത്. അതിനൊരു മറു നടപടി ഉണ്ടാകണം. അന്തിമമായ സാങ്കേതിക അംഗീകാരം കേന്ദ്രത്തിൽ നിന്ന് കിട്ടിയാൽ ഉടൻ തന്നെ അതിന്റെ പരിണിത ഫലം അറിഞ്ഞിട്ട് ജോയിയുടെ വീട്ടിലേക്ക് പോയി അവിടെ വച്ച് അത് പറയുമെന്നാണ് സുരേഷ് ഗോപി വ്യക്തമാക്കിയിരിക്കുന്നത്. ആമയിഴഞ്ചാൻ തോട്ടിലെ ശുചീകരണ പ്രവർത്തനത്തിനിടെ ജീവൻ നഷ്ടപ്പെട്ട തൊഴിലാളി ജോയിയുടെ കുടുംബത്തിന് സർക്കാർ പ്രഖ്യാപിച്ച 10 ലക്ഷം രൂപ കൈമാറിയിട്ടുണ്ട്. മന്ത്രി വി ശിവൻകുട്ടിയാണ് ജോയിയുടെ അമ്മയ്ക്ക് തുക നൽകിയത്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നാണ് ധനസഹായം അനുവദിച്ചത്. MLA-മാരായ വി ജോയി, CK ഹരീന്ദ്രൻ, ജില്ലാ കളക്ടർ ജെറോമിക് ജോർജ് എന്നിവർക്കൊപ്പമാണ് മന്ത്രി ജോയിയുടെ അമ്മയെ കാണാൻ എത്തിയത്. ജോയിയുടെ കുടുംബത്തിന് വീട് വെച്ച് നൽകാൻ കോർപ്പറേഷൻ കൗൺസിൽ തീരുമാനിച്ചു. 1 കോടി രൂപ ജോയിയുടെ അമ്മയ്ക്ക് നൽകണമെന്ന് റെയിൽവേയോട് ആവശ്യപ്പെടാനും തീരുമാനമായി. അതിനിടെ ജോയിയുടെ അമ്മയുടെ ചികിത്സാ ചെലവ് കോൺഗ്രസ് ഏറ്റെടുക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനും വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം ഒറ്റപ്പെട്ടാണ് ജോയിയുടെ അമ്മ ജീവിക്കുന്നത്. മറ്റാരും സഹായത്തിനില്ല. സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളെ ഏതൊക്കെ തരത്തിൽ സേവിക്കാൻ കഴിയുമോ അതിന്റെ അങ്ങേയറ്റം സ്നേഹിക്കുകയും നെഞ്ചോട് ചേർക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യ സ്നേഹിയാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ ജോയിയുടെ വീട്ടിലെത്തി ജോയിയുടെ അമ്മയ്ക്ക് വേണ്ടതും അർഹതപ്പെട്ടതുമായ കാര്യങ്ങൾ ചെയ്യാൻ സുരേഷ് ഗോപി തയ്യാറാകും. അത് കേന്ദ്രവുമായി തീരുമാനിച്ചിട്ടായിരിക്കും മുന്നോട്ടുള്ള കാര്യങ്ങൾ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. മറ്റൊരു കാര്യം, ആര്യ രാജേന്ദ്രൻ ആ സമയത്ത് പക്വതയില്ലാതെ റെയിൽവേയെയും കുറ്റപ്പെടുത്തിക്കൊണ്ട് ആ പ്രശ്നം വന്നപ്പോൾ രംഗത്തെത്തിയത്. പക്ഷെ സുരേഷ് ഗോപി പക്വതയോട് കൂടിയാണ് അതിനെക്കുറിച്ച് സംസാരിച്ചിരിക്കുന്നത്. ഇത് രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ താൻ തയ്യാറല്ല, ആരെയും കുറ്റപ്പെടുത്താനും താൻ ഒരുങ്ങുന്നില്ല എന്നുള്ള പക്വപരമായ മറുപടിയാണ് സുരേഷ് ഗോപി മാധ്യമങ്ങളുടെ മുന്നിലൂടെ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇത് തന്നെയാണ് പല സഹാക്കന്മാർക്കും ഇല്ലാത്ത കാര്യവും. കൃത്യമായ നിലപാടുകൾ സ്വീകരിക്കാനും അത് കൃത്യതയോടെ പറയാനും കഴിയാത്തത് തന്നെയാണ് പലപ്പോഴും ട്രോളുകൾക്കും പലപ്പോഴും വിമർശനങ്ങൾക്കും ഒക്കെ സഹാക്കന്മാർ ഇടയാക്കുന്നത്. ഏറ്റവും ഒടുവിലത്തെ കണ്ണിയാണ് ആര്യ രാജേന്ദ്രൻ എന്ന് മാത്രം.